പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ഈശോയിൽ പ്രിയരെ, കർത്താവായ ദൈവം തൻ്റെ ഏകജാതൻ അമ്മയായി തെരഞ്ഞെടുത്ത മറിയത്തിൻ്റെ സ്വർഗീയ പ്രത്യേകതകളിൽ ഒന്ന് മറിയം വിവാഹ നിശ്ചയം ചെയ്തവളായിരുന്നു എന്നതാണ്. വിവാഹ നിശ്ചയം നല്ല കുടുംബങ്ങളുടെ ആരംഭം കുറിക്കുന്ന മുഹൂർത്തമാണ്. അങ്ങനെ ആയിരിക്കണം. വിവാഹ നിശ്ചയവും ഉണ്ണിപിറക്കലും പിള്ളക്കച്ചകളും പിള്ളത്തൊട്ടിലും കുടുംബ സംഭവങ്ങളാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും രക്ഷകനുമായ കർത്താവായ ദൈവം ഇന്നും എന്നും ഒരു കുടുംബത്തിൽ വന്നു പിറക്കാനും കുടുംബത്തിലെ ഒരംഗമായിരിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. അതെ, ക്രിസ്തുമസ് ഒരു കുടുംബ ആഘോഷമാണ്. അങ്ങനെ ആയിരിക്കണം. മാത്രമല്ല, ഓരോ കുടുംബത്തിൻ്റെയും ആഘോഷവുമാണ്. കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ ഉള്ളിടത്തും ആ പ്രത്യേകതകൾ ജീവിക്കുന്നവരിലും മാത്രമേ ക്രിസ്തുമസ് സംഭവിക്കൂ. ദൈവം വന്നു പിറക്കൂ. ദൈവം സ്ഥാപിച്ച കുടുംബത്തിലുണ്ടായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഗുണങ്ങളിൽ ചിലത് ഇവയല്ലേ? നല്ല കുടുംബത്തിൽ ഓരോ വ്യക്തിയും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് ജീവിക്കുക. ഒരംഗത്തിൻ്റെ വേദന എല്ലാവരുടെ വേദനയും, ഒരംഗത്തിൻ്റെ സന്തോഷം എല്ലാവരുടെ സന്തോഷവുമാണ്. ഒരംഗത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാവരുടേതുമാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും അനുഭവിക്കാനാവില്ല കുടുംബത്തിൽ. ഒറ്റയ്ക്ക് അനുഭവിക്കുന്നിടവും ഒറ്റയ്ക്ക് നിൽക്കുന്നിടവും കുടുംബമാകില്ല. കുടുംബത്തിൽ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല. സ്വാർത്ഥതയുള്ളിടം കുടുംബമല്ല. ആരും അന്യരല്ല കുടുംബത്തിൽ. ദൈവജനമേ, ഒരുമയോടെ ജീവിക്കുന്ന, ഒരുമയോടെ അധ്വാനിക്കുന്ന, ഒരുമയോടെ ഭക്ഷിക്കുന്ന, ഒരുമയോടെ പ്രാർത്ഥിക്കുകയും ശ്രദ്ധയോടെ വിവേകത്തോടെ മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോഴാണ് കുടുംബമെന്ന അതിസുന്ദരവും വിശുദ്ധവുമായ പുൽക്കൂട് രൂപപ്പെടുക. അവിടെ രക്ഷകനായ ഈശോ വന്നു പിറക്കും. അതായിരുന്നു നസറത്തിലെ കുടുംബം. ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്, ദൈവകുമാരന് നമ്മിലും നാം ആയിരിക്കുന്നിടത്തും വന്നു പിറക്കാൻ, യഥാർത്ഥ ക്രിസ്തുമസ് നമ്മിൽ സംഭവിക്കാൻ, കുടുംബത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗീയ ഗുണങ്ങൾ വളർന്നു പാകമാകണം. അതിന് ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.